ഹായ് ഫ്രണ്ട്സ്, ഇത് ചില്ലി സോസ് ഉണ്ടാക്കാം. അതിനാവശ്യമായ മുളക് നമുക്ക് പറിച്ചെടുക്കാം. ഞാൻ മുളക് പറിക്കാനായിട്ട് മുറ്റത്തിറങ്ങി മുളക് പറിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ചില്ലി സോസ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ തന്നെ ഞാൻ എന്നാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ്. ഉള്ള മുളകൊക്കെ പറിച്ചെടുക്കാം. നല്ല എരിയുള്ള മുളകാണ്, മണമൊന്നുമില്ല. നമ്മൾ ഈ മലക്കറിക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുളകാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചെറിയ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ചെടി നടുന്ന സ്ഥലമല്ല, ഒരു ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. എനിക്ക് സ്ഥലമൊന്നുമില്ല, നടക്കാൻ പോലും സ്ഥലമില്ല. എന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ അതും ഇതുമൊക്കെ നട്ടിട്ടുണ്ട്. അവിടെ പ്രാണിയൊക്കെ പറ്റാൻ വേണ്ടി ഒരു ചെടിയൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ഞാൻ മുളക് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. എൻ്റെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബൊക്കെ കുറവാണ്. 5-6 മാസമായി ചാനലൊക്കെ തുടങ്ങിയിട്ട്. വലിയ മെച്ചമൊന്നുമില്ല. എല്ലാവരും കാണുന്നവരെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം. ഇതിൻ്റെ ഞെട്ടൊക്കെ നമുക്കൊന്ന് ഒടിച്ചെടുക്കാം. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളതൊന്നും അല്ല. ഞാൻ വെറും 88-ലെ 10ാം ക്ലാസ്സാണ്. ഇംഗ്ലീഷും ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എങ്ങനെയോ ഞാൻ ഇതെല്ലാം അങ്ങ് പഠിച്ച് എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് 3-4 കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇടാം. ഒരു കഷ്ണം പട്ട ഇടാം, ചെറിയൊരു കഷ്ണം പട്ട ഇടാം. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിന് ശേഷം ഈ വെളുത്തുള്ളിയും ആ ഇഞ്ചിയും കൂടെയൊക്കെ ഒന്ന് ഇട്ട് ആ മുളകും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ആ മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൽ കിടന്ന് തന്നെ അതൊന്ന് വെന്ത് വരട്ടെ നല്ലതുപോലെ. വാടി കഴിഞ്ഞ് ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നല്ലതുപോലെ. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് ശകലം എടുത്ത് നമുക്ക് വലിയവർക്കൊക്കെ മുതിർന്നവർക്കൊക്കെ കഴിക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട, അവർക്ക് തക്കാളി സോസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. ഇതിനി നമുക്ക് വെള്ളം ഒഴിച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ലേശം ഉപ്പും കൂടെ ഇടാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ പിടിക്കുന്നത്, അതാണ് ഇങ്ങനെ കിടന്ന് ഈ ക്യാമറ ചലിക്കുന്നത്. ഫോൺ കയ്യിലിരിക്കുകയാണ്, എൻ്റെ ഇടത്തെ കയ്യിൽ ഫോൺ ഇരിക്കുകയാണ്, അതാണ് ഇങ്ങനെ ചലിക്കുന്നത്. അതേ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്യുക. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിവിടെ മിക്സിയിലെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. വെന്ത് വന്ന് കണ്ട, ഇതാണ് പരുവം. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. മിക്സിയിലെ ജാറിലിടാം. കൈയൊക്കെ എരിയുന്നുണ്ട്. ഞാൻ ഇത് ഞെട്ടൊക്കെ ഇറുത്തതിൻ്റെ പുകച്ചിലൊക്കെ ഉണ്ട് എൻ്റെ കൈ. ഇത് അരഞ്ഞു വന്ന് കണ്ട, ഇതാണ് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലേശം പഞ്ചസാരയും കൂടെ നമുക്കിടാം. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരട്ടെ. രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.